തേങ്ങ മാത്രം കഴിച്ച് ജീവിച്ചവരുണ്ട്. പിന്നെ ഈ ഇവിടെ 2G സ്പീഡിൽ ഡൗൺലോഡ് ചെയ്ത് സിനിമ കണ്ട. അപ്പോൾ നമ്മളുമായിട്ട് ഒരു കുടുംബ ബന്ധം പോലും ഇല്ലാത്ത ഒരാൾ. ഞാൻ സുനാമിയിൽ എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ നാശനഷ്ടങ്ങൾ. സൈറ്റിൽ ഇങ്ങനെ വെള്ളം വീഴുന്നു. ഞാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയമാണ് കേട്ടോ. കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപിൽ താമസിക്കുമ്പോൾ നിങ്ങൾ അറിയാണ്ട് തന്നെ മാറിപ്പോവും. മനുഷ്യരെയും പ്രകൃതിയെയും നമ്മളെ തന്നെ സ്വയം കാണുന്ന രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കുക. ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ ലക്ഷദ്വീപിൽ നിന്നും ബഹജ മുഹമ്മദ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ദ്വീപിൽ ജീവിച്ചിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ്. വീടെന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് പാഠങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് ലക്ഷദ്വീപിലാണ്. നിങ്ങൾ കാണുന്ന ഈ വെള്ളമണലും നീലക്കടലും മാത്രമല്ല, ഇതെനിക്ക് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പാഠങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, സൗകര്യത്തെക്കാൾ സമൂഹമാണ് നമുക്ക് വലുത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഷിപ്പിൻ്റെ ഷിപ്പ് ഷെഡ്യൂളിൻ്റെ കുറവ് കാരണം നമുക്ക് സാധനങ്ങൾ ഇവിടെ വീട്ടിലോട്ട് മീൻസ് എൻ്റെ വീട്ടിലോട്ടെന്നല്ല, എല്ലാവരുടെ വീട്ടിലോട്ടും സാധനങ്ങൾ കിട്ടാത്ത, കടയിൽ സാധനങ്ങളില്ലാത്ത, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് പോയി ചോദിക്കും. എനിക്കറിയാം പുറത്തും അങ്ങനെയാണ്. നമുക്ക് ഇവിടെ മോളുകളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കാണെങ്കിൽ പുറത്ത് പോയി വാങ്ങിക്കാൻ കടകൾ ഉണ്ട്, കടയിൽ പോയി വാങ്ങിച്ചാൽ കിട്ടും എന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കിവിടെ കട ഉണ്ടായിട്ടും കടയിൽ പോയി വാങ്ങിച്ചാൽ കിട്ടില്ല, കാരണം കടയിൽ സാധനമില്ല. അപ്പോൾ പിന്നെ നമുക്ക് അയൽവാസിനെ തന്നെ നമുക്കിതാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അയൽവാസികളെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരുമാതിരി കുടുംബബന്ധം പോലെ. പിന്നെ കൂടുതലുള്ള സ്ഥലങ്ങളിലും ആൾക്കാർ ഇങ്ങനെ സ്വന്തം വീട്ടുകാർ തന്നെ, അതായത് അനിയനും ചേട്ടനും അങ്ങനെ അവരൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് തന്നെ താമസിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഓക്കെ ഇത് നമ്മളിങ്ങനെ ഓക്കെ നമ്മുടെ ആരോ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വളരും. ചിലപ്പോൾ നമ്മളുമായിട്ട് ഒരു കുടുംബ ബന്ധം പോലും ഇല്ലാത്ത ഒരാളായിരിക്കും നമ്മുടെ അയൽവാസി. അങ്ങനെ ഈ ഒരു പാഠം എല്ലാവർക്കും അപ്ലിക്കബിളാണ്. ലക്ഷദ്വീപിലെന്നല്ല, എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഇത് അപ്ലിക്കബിളാണ്. അയൽവാസി എപ്പോഴും ഒരു അസറ്റാണ് നമുക്ക്. അത് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ബീച്ച് സൈഡിൽ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്ന് വെച്ചാൽ നോർമലി ഒരാൾക്ക് കാണുന്നതിലും കേൾക്കുന്നതിലും കൂടുതൽ കാറ്റും കടലും ഇടിയും മിന്നലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കാൻ തുടങ്ങും. കാരണം ഈ കടലെന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒരു കാഴ്ചയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ തലപ്പത്തിരിക്കുന്ന എന്തുവാ അങ്ങനെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ, ഒരു കടൽക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ 7 കിലോമീറ്റർ നാട്ടിൽ ഒരു സൈഡിൽ നിന്ന് കടൽ ശോഭിച്ചാൽ മതി ഈ നാടകം പോവാൻ. എന്നാൽ കൂടെ നമുക്ക് അത്ര വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാണ്ട് ഉള്ള കടൽക്ഷോഭങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അൽഹംദുലില്ലാ. ഇനി വലിയ കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് പഠിച്ചവൻ കാക്കട്ടെ, തവക്കൽത്തു അലല്ലാഹ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ഈ സുനാമി വന്ന സമയത്തും, എനിക്കൊക്കെ സുനാമി വന്ന സമയത്ത് ഞാൻ ഈ പുതിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു കുടിൽ പോലെ ഈ സിമെൻ്റൊക്കെ വെക്കാൻ വീട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടല്ല, കുടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തറവാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. വീട് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഉപ്പയും ഉമ്മയും ഞാനും അനിയത്തിയും അവിടെ നിന്ന് നമുക്ക് തറവാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്താക്കി, നമ്മളിവിടെ ഷെഡിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ വയറ്റിൽ ഇങ്ങനെ വെള്ളം വീഴുന്നു. ഞാൻ നോക്കുമ്പോൾ മേലെ ഇങ്ങനെ കൂരൊന്നുമില്ല, പാറി കളിക്കുക. പിന്നെ ഉപ്പേനും ഉമ്മേനൊക്കെ വിളിച്ച് പിന്നെ ഒരു കുടയ്ക്ക് താഴെ എന്നെയും അനിയത്തീനെയൊക്കെ ഇരുത്തിയിട്ട് ഇവർ പിന്നെ രാത്രി, ആ സമയത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയമാണ് കേട്ടോ. രാത്രി എന്ത് ചെയ്യാൻ പറ്റും, രാവിലെ ആവുന്നവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കുടക്കീഴിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവസാനം രാവിലെ ആയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഉമ്മയുടെ ഫാമിലിയുടെ വീടൊക്കെ ഞങ്ങളുടെ ഈ സൈഡിലോട്ടാണ് ഉള്ളത്. അപ്പോൾ ഉപ്പയുടെ ഇളാമ്മയുടെ മരുമോൻ ഇതുവഴി പോകുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഇത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി നിന്ന് ഇവിടെ വന്ന് ശരിയാക്കി അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സുനാമിയിൽ എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. എൻ്റെ ഉപ്പയുടെ വീടിൻ്റെ മേലെ പോളില്ല, നമ്മുടെ ഇലക്ട്രിക് പോൾ വന്ന് വീണു. ഉമ്മയുടെ വീട്ടിൽ വെള്ളം കയറി, കടലിൽ നിന്ന് വെള്ളം കയറി, ബീച്ചിൻ്റെ സൈഡിലുള്ളായിരുന്നു. ബാക്കി വീട്ടുകാർക്കൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവരെ നഴ്സറിയിൽ കൊണ്ട് നിർത്തിയിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ സുനാമിയിൽ സത്യം പറഞ്ഞാൽ ശരിക്കും ഏറ്റത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാനും അതിനെ ബഹുമാനിക്കാനൊക്കെ പഠിക്കും. അതിപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ പറയാം, അതായത് എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിൽ കൂടെ അതിൽ നമ്മൾ
ഒരു തരണം ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതമാർഗ്ഗം കണ്ടെത്തും. ദാറ്റ് വാസ് നമ്പർ 2. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ഹാവ് ഗെറ്റിംഗ് മൈ പോയിന്റ്. സംഭവം എനിക്ക് പോലും പറഞ്ഞിട്ട് ഇപ്പോൾ എന്തോ മനസ്സിലാകാത്ത വള്ളി തെറ്റിയ പോലെയൊക്കെ തോന്നും. എനിവേ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, ഇവിടെ കേരളത്തിലെ പോലെ ഭയങ്കര തിരക്കിട്ട ജീവിതമൊന്നുമില്ല ആൾക്കാരുടേത്. ഭയങ്കര മന്ദം നീങ്ങുന്ന ജീവിതമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാം ഇടിപിടിയൊന്നും നടക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹോസ്പിറ്റൽ കേസ് തന്നെ പെട്ടെന്നൊന്നും നടക്കില്ല. നമുക്കിവിടെ ഹോസ്പിറ്റൽ കേസിൽ ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വലിയ ഓപ്പറേഷനൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്നും നടത്താൻ പറ്റില്ല. ദർ ആരൻറ്റ് എനി പ്രോപ്പർ ഫെസിലിറ്റീസ് ഹിയർ. സോ നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യണം, കൊച്ചിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവാക്വേഷൻ വേണം. ഇവാക്വേഷൻ ഒരുപാട് ആൾക്കാരുടെ കയ്യൊപ്പും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയൊക്കെയുണ്ട്. ഓക്കെ, സോ ഇവിടെ തിരക്കിട്ടൊന്നും ഇതാക്കാൻ പറ്റില്ല. നമുക്കെല്ലാം സാവധാനത്തിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഇങ്ങനെ പഠിച്ചു വന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ അത്യാവശ്യം പേഷ്യൻസ് പഠിച്ചു വന്നു. കാരണം നിങ്ങളവിടെ നല്ല സ്പീഡിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ 2G സ്പീഡിൽ ഡൗൺലോഡ് ചെയ്ത് സിനിമ കണ്ട ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ഫോണിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ നേരത്തെയൊക്കെ ഒരു കോളൊന്ന് ചെയ്യണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ക്ഷമയൊക്കെ വേണം. ഒരു 10-15 പ്രാവശ്യം നമ്മൾ കോൾ ചെയ്താലേ കോൾ കണക്റ്റ് ആവുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ക്ഷമ എന്തെന്നുള്ളത് എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ക്ഷമാശീലരാണ് ലക്ഷദ്വീപുകാർ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ വലിയ കാറ്റും കടലും മഴയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് മാത്രമേ ഇവിടെ കിട്ടാറുള്ളൂ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കൂടിയത് കൊണ്ട് തന്നെ, അതായത് ഷെഡ്യൂൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3-4 വർഷം മുന്നേ വരെ, ഒരു 10 വർഷം പിന്നിലോട്ടെടുത്താലും അത്യാവശ്യം ഷിപ്പ് സർവീസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലും പിന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഷിപ്പ് ഇങ്ങനെയൊക്കെ ഒന്നുമില്ല. ഉരു എന്ന് പറയില്ല, ഞങ്ങൾ മഞ്ചു എന്ന് പറയും. ആ സാധനം മാത്രമേ വരുള്ളൂ. അതാണെങ്കിൽ ചിലപ്പോൾ 2 മാസമോ 3 മാസം കൂടിയായിരിക്കും വരുന്നത്. അതിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ പരിശമൊക്കെ ആവുന്ന ടൈമിൽ ഒരു പോലും പോവില്ല. ആ പോവാത്ത സമയത്ത് ആൾക്കാർക്ക് കടലിൽ പോയിട്ട് കടലിൽ മീൻ പോലും പിടിക്കാൻ പറ്റില്ല. കടലിലൊന്നും ഉണ്ടാവില്ല, കടലിൽ പോകാനും പറ്റില്ല, ഈ ഒരു ഷോർ സൈഡിലോട്ടൊന്നും ഉണ്ടാവത്തുമില്ല. ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കിട്ടുന്നത് എന്താണോ ആ സാധനം വെച്ച് അവർ ജീവിക്കുമായിരുന്നു. എനിക്കറിയില്ല അതിൻ്റെ മലയാളം എന്താണെന്ന്. ഫാലാലക്ക എന്ന് പറയും. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് നെയിം ഇവിടെ എന്തായാലും കൊടുക്കാം കേട്ടോ. ആ സാധനം കഴിച്ചവരുണ്ട്. അതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതിങ്ങനെയാണ്: ശബരിക്കടവൈ ശൂവ മുരിക്കും ബി ഫാത്തുമ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിനിങ്ങനെ പറയുന്നു: പഴയ കാലത്തെ ആൾക്കാരെങ്ങനെയും ജീവിച്ചത്. നമ്മുടെ ഇവിടുത്തെ കടച്ചക്കയില്ല, ഞങ്ങളുടെ ബ്രെഡ് ഫ്രൂട്ട്, സ്റ്റേറ്റ് ഫ്രൂട്ട് ആയിട്ടുള്ള ബ്രെഡ് ഫ്രൂട്ടൊക്കെ കുഴച്ചിട്ട് കുഴച്ചിട്ട് തേങ്ങയിൽ കുഴച്ചിട്ട് കഴിച്ചവരുണ്ട്. പിന്നെ തേങ്ങ മാത്രം കഴിച്ച് ജീവിച്ചവരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മീൻ കിട്ടാത്ത ആ ടൈമിലൊക്കെ ഈ ഫാലാലക്ക എന്ന് പറയുന്ന സാധനം അത് കഴിച്ച് ജീവിച്ചവരുണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ ലൈഫ് വാസ് വെരി വെരി ടയറിങ്. അൽഹംദുലില്ലാ ഇപ്പോൾ നമുക്ക് നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഉള്ള ജനറേഷനും ഇതിന് കുറച്ച് മുന്നേ ഉള്ള ജനറേഷനും കഴിക്കാൻ ഉള്ള ഇതുണ്ട്. 3 നേരം കഴിക്കാനുള്ളതുണ്ട്. അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കപ്പൽ വന്നില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ചിലവരുടെ വീട്ടിലൊക്കെ പച്ചക്കറികൾ ഉണ്ടാവും. ചിലരുടെ വീട്ടിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെ മാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും കഞ്ഞി കുടിച്ചെങ്കിലും ജീവിക്കാം. പക്ഷേ ആ കാലത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സോ വി ലേൺഡ്, ഐ ലേൺഡ് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലല്ല, കേരളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തൂർത്തടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ തീരും. അപ്പോൾ പൈസ തീരുമ്പോൾ നമുക്ക് ഹോസ്റ്റലിലുള്ള സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, പുറത്തുനിന്ന് കഴിക്കാൻ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഐ നോ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. ബട്ട് എന്നെപ്പോലൊരു കുട്ടിക്ക് ഇതൊക്കെ വലിയൊരു പാഠമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചെറിയൊരു കാലാവസ്ഥയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ ഇവിടുന്ന് കടലുണ്ടാവില്ല എന്ന് കരുതി. ഇവിടെ കടലൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ പോകുന്നില്ല. ഇവിടെ കടലുണ്ടാവും, നമ്മളത് തരണം ചെയ്ത് ജീവിക്കണം. പിന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ വലിയ കടലും മഴയൊക്കെയാണ്, ഇവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാലും ഇവിടുത്തെ സാറന്മാർ സമ്മതിക്കില്ല, അവിടുത്തെ സാറന്മാർ സമ്മതിക്കില്ല. നമ്മൾ പോയേ തീരും, പഠിക്കണോ പോകണം, ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ.
ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കടലിനെ പേടിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലോട്ട് ആരും ഒന്നും കൊണ്ടു തരില്ല, പഠിക്കാനോ ഉള്ള അറിവാരും കൊണ്ടു തരില്ല, കീശയിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ തരണം ചെയ്തിട്ട് നമ്മൾ എന്താക്കാൻ തുടങ്ങി, മുന്നേറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബരിഷം കാലത്ത്, അതായത് ബരിഷമാവുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നത്, ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഇത്രയും വലിയ കടൽ ഇങ്ങനെയൊക്കെ പോട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം കപ്പലിലോട്ടൊക്കെ കയറി വരും. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ആൾക്കാർ റിസ്ക് എടുത്ത് കൊച്ചിയിൽ പോയി പഠിക്കാൻ പോകുന്നവർ പഠിക്കുന്നു, ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു, കച്ചവടക്കാർ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഈ റിസ്ക് ഫാക്ടേഴ്സൊക്കെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഓക്കെ, അങ്ങനെ പഠിച്ചു. പിന്നെ ഇവിടുത്തെ സന്തോഷം എന്ന് പറയുന്നത്, ആറാമത്തെ കാര്യം, ഇവിടുത്തെ സന്തോഷം എന്ന് പറയുന്നത് ലളിതമായ സന്തോഷമാണ്. വലിയ ആർഭാടങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല സന്തോഷിക്കാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും കണ്ട തെക്കുന്തല കാണാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ അതെന്തോ മനസ്സിന് ഭയങ്കര വല്ലാത്തൊരു സന്തോഷം തരുന്നുണ്ട് കേട്ടോ. അതറിയുന്നത് ഇവിടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് അത് നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തുന്നു. അതായത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്താൻ പഠിച്ചു. പിന്നെ ലാസ്റ്റുള്ളൊരു കാര്യം, പിന്നെ അവസാനത്തെ ഒരു പാഠം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ എഫിഷ്യൻ്റ് ആവാൻ നമ്മളെ പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തുള്ള വലിയ നാടുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഉദാഹരണം ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സാണ് കേരളത്തിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ അങ്ങോട്ട് പോകുന്തോറും നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണം. സോ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ 3 ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇത് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഓക്കെ, അല്ലാണ്ട് ഞാനായിട്ട് തമിഴ് പഠിച്ചിട്ടുണ്ട്. ഈ TV കണ്ടും അങ്ങനെയൊക്കെ തമിഴ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീവിച്ചിട്ട് ഞാൻ എന്നെ തന്നെ എഫിഷ്യൻ്റ് ആക്കാൻ ഞാൻ മാത്രമല്ല, ഇതുപോലെ പല കുട്ടികളും എഫിഷ്യൻ്റ് ആവാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റും അതൊക്കെ പഠിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ ഒരു കുട്ടീനെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം ഒരു 10ൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ് എങ്കിലും ആ കൊച്ച് ചെയ്തിട്ടുണ്ടാവും. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ നോക്കിയാൽ എനിക്കുണ്ട്, ഒരുപാടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ഉണ്ട് അത്രയും സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ് എവിടെ പോയാലും നമുക്ക് സംസാരിച്ച് പഠിച്ച് നിൽക്കാൻ പറ്റും. അത് എനിക്ക് നല്ല വിശ്വാസമുള്ള കാര്യമാണ്. എന്നെപ്പോലെ അത്യാവശ്യം ലാംഗ്വേജ് അറിയുന്ന എല്ലാവർക്കും പിടിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ 2 ഇൻ്റർനാഷണൽ ലാംഗ്വേജസ് അറിയാം. കൊറിയൻ അറിയാം, ഇംഗ്ലീഷ് അറിയാം. ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസിൽ തമിഴ് അറിയാം, ഹിന്ദി അറിയാം. പിന്നെ ഇതൊക്കെ തെലുങ്കൊക്കെ ചെറുതായിട്ട് കേട്ടാൽ മനസ്സിലാവും. അപ്പം അതല്ലല്ലോ പോയിന്റ് വാസ് എഫിഷ്യൻ്റ് ആക്കാൻ പഠിപ്പിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ ജീവിക്കുന്നത് സമാധാനം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തരണം ചെയ്യാനും പഠിപ്പിക്കും. പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ ഒന്നുമില്ലല്ലോ, ഒരു തിയേറ്ററില്ല, ഒരു മോളില്ല, KFC അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ ജീവിക്കുന്നു എന്നാണ്. ഇപ്പോഴുള്ള ലക്ഷദ്വീപിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 10 years or 20 years ബാക്കുള്ള ലക്ഷദ്വീപിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കാലത്തുള്ള ആൾക്കാരോടാണ്, എൻ്റെ കാലത്തുള്ള ആൾക്കാർ അനുഭവിച്ചതിനെ കുറിച്ചാണ് കേട്ടോ. സോ ആ ഒരു ടൈമിൽ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ അയ്യോ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഇവിടെ ഭയങ്കര ഇതാണല്ലോ, അടഞ്ഞിട്ടിരിക്കുവാണല്ലോ, അങ്ങനെയൊക്കെ ഇതാക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരും എന്താക്കും, നമ്മളെപ്പോലെ ഇങ്ങനെ പഠിച്ചു വരും, പേഷ്യൻസ് പഠിക്കും, എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കും, ഈ ഒരു നാച്ചുറൽ കലാമിറ്റീസിനെ എങ്ങനെ മറികടന്ന് ജീവിക്കണം എന്ന് പഠിക്കും, അങ്ങനെയൊക്കെ പഠിച്ചു വരും. സോ ലക്ഷദ്വീപിൽ ജീവിക്കുന്നത് ഒരു സമാധാനം നിറഞ്ഞ ജീവിതം മാത്രമല്ല, പകരം അതൊരു പാഠമാണ് കേട്ടോ. എൻ്റെ വീട് എനിക്കൊരു പാഠമായിരുന്നു, എൻ്റെ നാട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.